ഇതുപോലത്തെ ഒരു സാഹിത്യ സംഘാടകരുടെ, കർത്തദാസന്മാരുടെ ഒരു മീറ്റിങ്ങിൽ ഞാൻ രണ്ടാം പ്രാവശ്യമോ മറ്റോ ആണ് സംബന്ധിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ജേശുദേവ് സാറ്, എനിക്ക് അദ്ദേഹത്തെ വളരെ 1976 മുതൽ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ പലരോടും അന്വേഷിക്കാറുണ്ട്. ഇന്ന് രാവിലെയും ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. സംഭാഷിച്ച കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതിനെനിക്ക് ഒരു ചെറിയ വിശകലനം എനിക്ക് ദേവദാസന്മാരിൽ ആവശ്യമുണ്ട്. ഒന്നാമത്, ജേശുദേവ് സാറ് പ്രയോഗിച്ചൊരു പദം റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള പദം ഉപയോഗിച്ചു. അതിൻ്റെ ഒരു വിശകലനം വേണം. രണ്ടാമതായിട്ട്, ബ്രദറൻ എന്ന വാക്കിൻ്റെ ഒരു അർത്ഥവും എനിക്ക് വേണം. വാട്ട് ഈസ് മീൻ ബൈ ബ്രദറൻ? അനേക അസംബ്ലികളിൽ ഞാൻ ചെന്ന് ആദ്യം ചോദിച്ചു, വാട്ട് ഈസ് മീൻ ബൈ ബ്രദറൻ? ബ്രദറൻ 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 എന്ന് ഉപയോഗിക്കും. വി ആർ നോട്ട് ബ്രദേഴ്സ്. വാട്ട് ഈസ് ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ബ്രദറൻ ആൻഡ് ബ്രദേഴ്സ്? ഐ നീഡ് ആൻ എക്സ്പ്ലനേഷൻ. ബാബുച്ചാനല്ല, ബാബുസാറല്ല, സാറായാലും കൊള്ളാം, ദേവ് സാറായാലും കൊള്ളാം. അപ്പോൾ റോയൽ പ്രീസ്റ്റ്ഹുഡും ബ്രദറിൻ്റെ വാക്കും യഥാർത്ഥമായി ഗ്രഹിച്ച് കഴിയുമ്പോൾ നമ്മുടെ സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾ മാറുകയും ഈ പറഞ്ഞ യൂത്തിനെ ഈ കർത്താവിലേക്ക് ആകർഷിക്കാനായിട്ടിടയായി തീരുകയും ചെയ്യും. ഫണ്ടമെൻ്റൽ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ളതിൻ്റെ മീനിങ് പോലും പലർക്കും അറിഞ്ഞുകൂടാ. ചില സഭയിൽ ചോദിച്ചു, വാട്ട് ഈസ് മീൻ ബൈ ബ്രദറൻ? നോബഡി നോസ്. ബ്രദറൻ ബ്രദറൻ ബ്രദറൻ, വാട്ട് ഈസ് മീൻ ബൈ ബ്രദറൻ? അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ അർത്ഥമൊന്ന് മാത്രം അതെങ്കിലും ഒന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ. എനിക്ക് ലഭിച്ച ആശയം പറയാം. ഞാൻ മണ്ടത്തര വിളിച്ച് പറയുന്ന ആളാണ്, വിവരമൊന്നുമില്ല, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ പറഞ്ഞു പോവുക, വാട്ട് ഈസ് മീൻ ബൈ ബ്രദറൻ? ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. അതാണോന്നൊന്നും വിശകലനം ചെയ്ത് എന്നെ ഒന്ന് തെറ്റിദ്ധരുത്തിയാൽ നന്നാണ്. ബ്രദറൻ പറഞ്ഞു, ഞാൻ വി ആർ ബ്രദേഴ്സ്, ഞങ്ങൾ സഹോദരന്മാരാണ്. നോട്ട് വി ആർ നോട്ട് ബ്രദേഴ്സ്. ഒരിക്കലും വലിയ പണ്ഡിതൻ വന്നിട്ട് ഞങ്ങളുടെ അസംബ്ലി പ്രസംഗിച്ചു, രൂബേൻ അവനെ യാക്കോബിൻ്റെ മകനായിരുന്നു എങ്കിലും അവൻ കൊള്ളതാഴ്മ വലുതും കാണിച്ചിട്ടുണ്ടെങ്കിലും അവന് സഹോദരനല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ സമൂഹത്തെ മുഴുവനും കുഴപ്പിക്കുക, സഭയെ മുഴുവൻ കുഴപ്പിക്കുക. അപ്പോൾ ഇവർ എന്ത് ചെയ്താലും അപ്പം മേശ തിന്നുക, മേശ മറിച്ചിടുക, മേശ തിന്നുക, മേശ മറിച്ചിടുക, മേശ തിന്നുക, മേശ മറിച്ചിടുക. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ചോദിച്ചാൽ, ബ്രദറൻ എന്ന ആരും തോടണ്ട. ബ്രദറൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ വി ആർ ബ്രദേഴ്സ്. ഞാൻ പറഞ്ഞു, രൂപം വീണ്ടും ജനിച്ച ആളല്ല. അവൻ പ്രശ്നക്കാരനാണെങ്കിൽ അവൻ അംഗീകരിക്കാൻ വീണ്ടും ജനിച്ച ആളല്ല. അപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് അവൻ വീണ്ടും ജനിച്ചവനാണ്. അത് യാക്കോബിൻ്റെ മക്കളെ പോലെയുള്ള ബ്രദേഴ്സ് അല്ല. നമ്മൾ ബ്രദറൻ എന്ന് പറഞ്ഞാൽ നൗൺ ഫോമാണ്, ഏകവചനമാണ്. നമ്മൾ ഒന്നെന്നാണ് അർത്ഥം. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഭാവിച്ചാനായിട്ടോ എനിക്ക് സാറുമായിട്ടോ ദേവ് സാറുമായിട്ടോ മറ്റാരായിട്ടോ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ കീഴ്പ്പെട്ടിരിക്കാനും അനുസരിക്കാനും ബ്രദറൻ എന്ന ഉപദേശത്തിന് നമ്മൾ വക്താക്കളായി തീരാൻ കഴിയും. അതില്ലാത്തൊരു കുഴപ്പമാണ്. പരിശുദ്ധാത്മാവ് ത്രിയേ ദൈവം ഏകത്വമായിരിക്കുന്നത് ബ്രദറൻ എന്നാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ബ്രദറൻ എന്ന പദത്തിലുള്ളവർക്ക് യാതൊരു കാരണവശാലും ഭിന്നിക്കാൻ പാടില്ലാത്തൊരു കൂട്ടായ്മ എന്നാണ് ബ്രദർ എന്ന ഏകവചനം കൊണ്ട് ഒന്ന് എന്നാണ് അർത്ഥം. അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത് എന്നെ കർത്താവിനിക്കുന്ന കാര്യം കേട്ടോ. അതുപോലെ ഇന്ന് ബാബുച്ചാൻ പറഞ്ഞ വിഷയത്തോട് ബന്ധത്തിൽ കഴിഞ്ഞ രാത്രി 2:30 മിക്കവാറും രാത്രി ഉണരും. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു കിടന്നത് കർത്താവ് കനാവിൽ ചെയ്തൊരു അത്ഭുതത്തെക്കുറിച്ച് വായിച്ചു. അപ്പോൾ 2 മണിക്ക് ഉണർന്നു അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ബാബുച്ചാൻ ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും ഒരു മീൻസ് ഇല്ലാതെ ആ കനാവിലൊരു അത്ഭുതം ദൈവത്തിന് ചെയ്യണമെങ്കിൽ അവിടെ ആ കൽപ്പാത്രം ഉണ്ടായിരുന്നു, സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് സുവിശേഷീകരണത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം, ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അപ്ലിക്കബിൾ ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾക്ക് ഒന്നിക്കാനായിട്ട് കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പോകുവാൻ, ഒരു മനസ്സോടെ പോകാൻ കഴിയുന്ന റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നതിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ച് തരണം എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം സജു ബ്രദർ ഉന്നയിച്ചു. 2, മറ്റൊരു കാര്യം ജോയ്സ് ആൻറ്റിയും എന്നോട് സ്വകാര്യമായി ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവസാനം ഒരു സ്റ്റാൻസ സജുമോൻ പാടി പ്രാർത്ഥിച്ചാണ് നാം അവസാനിപ്പിക്കുന്നത്. ഇത് ഇവിടെ നടക്കുന്ന ഒരു ചർച്ചയല്ല.
ഇത് ഈ മാധ്യമത്തിലൂടെ ലോകം മുഴുവനും പൊയ്ക്കൊണ്ടിരിക്കുന്നു. യൂട്യൂബിൽ ഇത് ഫേസ്ബുക്കിലും വരുന്നത് കൊണ്ട് വർഷങ്ങൾ ഇത് അതിൽ നിലനിൽക്കും, ആയിരങ്ങൾ ഇത് കാണും. അപ്പോൾ പോസിറ്റീവാണ് ഈ സല്ലാപം. ഇതൊരു സല്ലാപവുമാണ്. ഒന്ന് ബ്രദ്രൻ, രണ്ട് റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് ലളിതമായി ദേവദാസൻ ഉന്നയിച്ചത്. ദേവച്ചായൻ തന്നെ ആ കാര്യത്തിൽ ഹ്രസ്വമായ ഒരു വിശദീകരണം നൽകും. ഈ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള വാക്ക് പത്രോസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. പൗരോഹിത്യം എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ പദം മുൻപോട്ട് വരുന്നത്. അന്ന് പൗരോഹിത്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റ് മതങ്ങളിലൊക്കെ പൗരോഹിത്യാധിപത്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാബിലോണിയ, റോമൻ, ഗ്രീക്ക്, ജൂവിഷ് ആ കൾച്ചറിലെല്ലാം പൗരോഹിത്യാധിപത്യം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് നിലവിലുള്ള കസ്റ്റം എന്തൊക്കെയാണോ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് യേശു ക്രിസ്തു സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പത്രോസിന് മനസ്സിലായി. അതുകൊണ്ട് പത്രോസ് ഉപയോഗിച്ച വാക്കാണ് റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത്. രാജകീയ പുരോഹിത വർഗം എന്നാണ് പത്രോസിൻ്റെ ആ ഉദ്ദേശം. ഇല്ല, അതൊരൊറ്റ സമൂഹമാണ്, ഏകമാണത്. അവിടെ വിഭിന്നമായ ചിന്താഗതികളും ആശയങ്ങളും ഇല്ല, ഏകം ആണ്. ഇപ്പം കർത്താവിൻ്റെ സഭയുടെ 4 സവിശേഷതകൾ എന്ന് പറയുന്നത്: 1 ഏകം, 2 പരിശുദ്ധം, 3 കാതോലികം, 4 അപ്പസ്തോലികം. ഇതാണ് ഈ 4 സവിശേഷതകൾ ക്രിസ്തുവിൻ്റെ സഭ. ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ബ്രദറൻ സഭ എന്ന് പറയുന്നത് ശരിയല്ല, വാക്കേ തെറ്റാണ്. ബ്രദറൻ സഭ എന്ന് പറയുന്നത് 30,000-ലേറെ വരുന്ന സഭാവിഭാഗങ്ങളിൽപ്പെട്ട ഒരു സഭാവിഭാഗമാണ് ബ്രദറൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രദറൻ എന്ന് പറയുന്ന ആ സംഭവം ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള അളവുകോൽ എന്ന് പറയുന്നത് ആദിമസഭയുടെ ഈ 4 സവിശേഷതകൾ വെച്ച് നോക്കണം. ഏകം 1, 2 അപ്പസ്തോലികം, 3 കാതോലികം. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഈ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇതുമായിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഏകം എന്നുള്ള വിഷയം തന്നെ നമ്മൾ എടുത്താൽ മതി. ആ ഏകം ഇന്ന് നമുക്കുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. എന്ത് പറയേണ്ടി വരും? ഏകം ഇല്ല, കൂട്ടായ്മയില്ല. ഇപ്പം ഞാൻ തെളിച്ച് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം എന്താ സാധാരണ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അന്യഭാഷ. എന്നാൽ അതാണോ പത്രോസോ പൗലോസോ ഉദ്ദേശിച്ചിരിക്കുന്നത്? പിന്നെന്താ? ഏകവും പ്രത്യക്ഷവുമായ അടയാളം, ആത്മാഭിഷേകത്തിന്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം യൂണിറ്റിയാണ്. അവിടെ വർഗീയ വിഭാഗീയ ചിന്താഗതികളൊന്നുമില്ലാതെ എന്തിനാ യഹൂദനും യവനനും, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഇവരെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. ആ യൂണിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ യൂണിറ്റിയാണ് ബ്രദറൻ സമൂഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ സംഭവിച്ച വ്യതിചലനങ്ങളാണ് ഇപ്പോൾ നമ്മളൊക്കെ പറയുകയോ വിലപിക്കുകയോ പരിഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ അതില്ലാതാകണം. 2-ാമത്തെ കാര്യം അപ്പസ്തോലികം. അപ്പസ്തോലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഉപദേശം എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരുടെ ലഭിച്ച ഉപദേശമാണ്. അതാ ഡിഡാക്കെ എന്ന് പറയും. അപ്പസ്തോലന്മാരുടെ ലഭിച്ച ഉപദേശമാണ്. അപ്പസ്തോലന്മാരുടെ കാലഘട്ടം AD
100-ൽ യോഹന്നാൻ ശ്ലീഹായുടെ മരണത്തോടുകൂടെ അവസാനിച്ചു. പക്ഷെ അപ്പസ്തോലികത്വം തുടരുന്നുണ്ട്. ഇന്ന് അപ്പസ്തോലന്മാരില്ല, ഒരിടത്തും അപ്പസ്തോലന്മാരില്ല. എന്നാൽ അപ്പസ്തോലികത്വം തുടരുന്നത് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ ലേഖനങ്ങളായിട്ട് നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിസ് ആണ്, ആ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മളിപ്പോൾ പറയുന്ന ഏത് കാര്യമാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ടുള്ളത്, അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് വിരുദ്ധമായൊരു ഉപദേശം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കളയണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശുദ്ധമാണ്. ഹോളിനെസ് നിർബന്ധമാണ്. ഹോളിനെസ് അടിസ്ഥാന മൂല്യത്തിൽപ്പെടുന്ന. ഇന്ന് ഹോളിനെസ് ഉണ്ടോ എന്ന് നോക്കണം. ഹോളിനെസ് ഇല്ലെങ്കിൽ തെറ്റാണത്, അത് കട്ട് ചെയ്ത് കളയണം. നാലാമത്തത് കാതോലികം. കാതോലികം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സലാണ്, സാർവത്രികമാണ്. ആ ഒരു കൂട്ടായ്മ ബന്ധമുണ്ടോ നോക്കണം. അതില്ലെങ്കിൽ ആ കൂട്ടായ്മ ബന്ധം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ ആദിമ സഭയുടെ വ്യക്തിത്വത്തോട് നമുക്ക് യോജിച്ച് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ എല്ലാം ഇതെല്ലാം അത് ബ്രദറിനല്ല, അത് ബ്രദറിനല്ല, അത് ബ്രദറിനല്ല. ബ്രദറിന്റെ സ്കെലിറ്റൻ മാത്രമേ ഉള്ളൂ, അത് ബ്രദറിനല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അടിസ്ഥാന ബോധനത്തിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുകയും ആ ബോധനം സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്യണം. അപ്പോൾ ആ പ്രീസ്റ്റ്ഹുഡാണ് പ്രധാനപ്പെട്ടത്. ഇന്നത്തെ പ്രീസ്റ്റ്ഹുഡ് എന്താ? ഇന്ന് കൈവയ്പിനാൽ ലഭിക്കുന്ന മാനുഷികമായ അംഗീകാരമാണ് ഈ പ്രീസ്റ്റ്ഹുഡായിട്ട് വരുന്നത്. അതായത് ഒരു വൈദികനെ ഒരു മേൽപ്പട്ടക്കാരൻ കൈവച്ച് ഓർഡിനേഷൻ കൊടുക്കുക. അനോയിന്റിങ് എന്ന വാക്കാണ് ബിബ്ലിക്കലായിട്ടുള്ളത്. അഭിഷിക്തനാണ്. ഈ അഭിഷിക്ത സമൂഹത്തിൽ രക്ഷിക്കപ്പെട്ട സ്ത്രീക്കും രക്ഷിക്കപ്പെട്ട പുരുഷനും തുല്യ പ്രാധാന്യമേ ഉള്ളൂ. അവന് വ്യത്യസ്തരല്ല, തുല്യ പ്രാധാന്യമാണ്. ഏകം എന്ന അനുഭവത്തിലേക്ക് അവർ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വളരുമ്പോൾ നമ്മളാരും ഒരു കുപ്പായം തുന്നിയിട്ട് ഒരു പൗരോഹിത്യത്തിൻ്റെ വേഷത്തിന് വേണ്ടി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ആ അവസ്ഥ ഇല്ലാതെ തന്നെ നമുക്കൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു ഏകോപനം പ്രായോഗികമാക്കാനുള്ള ശ്രമം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ പ്രസംഗം കൊള്ളാം, ടോപ്പിക് എല്ലാം കൊള്ളാം. പക്ഷേ നമുക്ക് വന്നിരിക്കുന്ന മൂല്യച്യുതി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വകുപ്പ് കിടപ്പുണ്ട്. അതുകൂടെ ചേർത്തെങ്കിലേ ബ്രദറിനാവുള്ളൂ. ബ്രദറൻ എന്ന് പറയുന്നത് സൗഹാർദ്ദതയാണ്, സാഹോദര്യത്വമാണ്, തുല്യതാണ്. അതാണ് സഹോദരൻ എന്നുള്ള ബന്ധത്തിന്റെ അർത്ഥം. ആ സഹോദര ബന്ധം ഉണ്ടാകണമെങ്കിൽ അത് ആദിമകാല ഇംഗ്ലീഷ് പ്രയോഗത്തിൽ, അതെ, ആ പ്രയോഗത്തിൽ പകരം ബ്രദർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. സൊസൈറ്റി എന്ന അർത്ഥമാണ്. ബ്രദർ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം അല്ല ഞാൻ പറഞ്ഞു. നമ്മൾ വീക്ഷിക്കുന്ന അർത്ഥമല്ല, എറ്റിമോളജിക്കൽ മീനിങ് ഞാൻ പറഞ്ഞത്. വാച്യാർത്ഥം എന്നുള്ളത് അപ്പോൾ അതൊരു സൊസൈറ്റിയാണ്. അപ്പൊ ഇപ്പോൾ മറ്റു ഡിക്ഷണറി ഒക്കെ നോക്കി എന്താ ബ്രദർ സൊസൈറ്റി എന്ന അർത്ഥത്തില്ല അത് ഉപയോഗിക്കാൻ കാരണം 18-ാം നൂറ്റാണ്ടിലെ 12-ാം നൂറ്റാണ്ട് ബ്രദർ മൂവ്മെന്റ് ആരംഭിച്ചപ്പോൾ ആ പദം അങ്ങ് പ്രചാരമായി. ഇപ്പൊ ഇംഗ്ലീഷുകാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഡിക്ഷണറി അർത്ഥം വാച്യാർത്ഥം പ്രദേശ് എന്ന അത് തന്നെയാണ്. പക്ഷേ ബ്രദർഹുഡ് സൊസൈറ്റി ആയി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഏകത്വം വേണമെങ്കിൽ
പറയാവുന്ന ഒരു സൊസൈറ്റി എന്ന നിലയിൽ. പെന്തക്കോസ്താളിൽ ആരംഭിച്ചത് അല്ല, ഞാൻ ബിബ്ലിക്കല്ല. ഞാൻ അപ്പോൾ ഈ പറയുന്ന പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പൗരോഹിത്യമാണ്. അതെന്തുമാത്രം വ്യത്യാസം, ആദ്യത്തെ പൗരോഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ വിശ്വാസികൾക്കും പൗരോഹിത്യമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്കെല്ലാം പൗരോഹിത്യമുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ രാജ്യവും പുരോഹിതന്മാരും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ബദലുകാർക്ക് മാത്രമേ ഇപ്പൊ അവകാശപ്പെടാൻ കഴിയുമെന്ന് അതിന്റെ അർത്ഥം ആയിരിക്കും, വേറെ ആർക്കും ഇല്ല. ഇല്ല, വേണ്ട. പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഒരു പൗരോഹിത്യ വ്യവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കുപ്പായം നമ്മൾ തയ്പ്പിച്ചിടരുതെന്നാണ് ഞാനീ പറയുന്നത്. അത് പാടില്ല. എനിക്കൊരു ലോക ഉണ്ടായേ ഒക്കൂ, ഒരു റവലന്റെ വെച്ചേ ഒക്കൂ, എനിക്കൊരു മേൽക്കോയ്മ കിട്ടിയേ ഒക്കൂ എന്നുള്ള ഭാരം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതൊന്നും കൂടാതെ ഒരു സാധാരണ സഹോദരനെ പോലെ ജീവിക്കണം. അപ്പോ ദോസനായിട്ട്, അതെ ദാസനായിട്ട്. ഇനി ഞാൻ കുറച്ചുകൂടെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, അതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് കൂടെ തിയോളജി കിടപ്പുണ്ട്, അതുകൂടെ പഠിക്കണം. എഴുത്തുപോലെ തന്നെ വാമൊഴിയും അയജ്ഞലളിതമായി വഴിഞ്ഞൊഴുകുന്ന ഒരു ശൈലിയിൽ സാറ് പ്രിയ ജോൺ പണിക്കർ അവരുടെ അദ്ദേഹം ഉന്നയിച്ച കാര്യത്തിൽ ഒരു വ്യക്തത നമ്മുടെ മുൻപിൽ കൈവരിക്കുവാൻ സാധ്യതമായല്ലോ. ഇതിനോട് ആഡ് ചെയ്തോ അല്ല, ഒരു സുദീർഘ വിശകലനത്തിലേക്ക് പോകാതെ നിങ്ങൾക്ക് ഉള്ള സംഭാവന ഇപ്പോൾ നൽകാം. ഒരു ലഘു മറുപടി പ്രിയ രാജൻ തോമസ് ഫ്രം അടൂർ നൽകും. അദ്ദേഹത്തിന് ഇതിനോട് ഒരു വാക്ക് കോംപ്ലിമെൻ്റ് ചെയ്യാം. സാറും എഴുത്ത് ഭാഷയും വാമൊഴിയും സ്ട്രോങ് ആണ്. ആ വിശദീകരണത്തിന് നന്ദി. ചിലയിടങ്ങളിൽ തെറ്റിക്കാറുണ്ട്. BROTHER ചില സീലിലൊക്കെ അതാ ഇത് എന്ന് കരുതി തെറ്റിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും അത് അറിവുള്ളപ്പോൾ ഒന്ന് തിരുത്തിയേക്കണം. ഓൾറൈറ്റ്. BRETHREN മറ്റേ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരൻ. ഇത് ഒരമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, ആ സാഹോദര്യത്തെ ഉൾക്കൊള്ളുന്ന ഉദാത്തവും ഉത്കൃഷ്ടവുമായ സാഹോദര്യ ബന്ധം. ഇത് ജയൻ ഡാർബിയോ JJ ബെല്ലറ്റോ ക്രോണിനോ ഒന്നും കണ്ടെത്തിയതല്ല. ഇത് ബൈബിളികമാണ്. സാറിൻ്റെ ഭാഷ കടമെടുക്കുന്നു. അത് കാലാകാലങ്ങളിൽ മാർട്ടിൻ ലൂഥറിന് ആ പ്രകാശനം സിദ്ധിച്ചതുപോലെ ദൈവം നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഈ ഒരു കൃപ നൽകി. ദീർഘനാൾ കർത്താവിൻ്റെ വേലയിലാണ് ശ്രീ ജോൺ പോൾ അവർകൾ, അതുപോലെ അനിൽകുമാർ അവർകളും. ഓരോ മിനിറ്റിനും മഹത്വമുണ്ടാകട്ടെ. ഈ നിലയിൽ സാഹിത്യകാരന്മാരായ ഒട്ടനവധി സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തികളുമായി ചെലവഴിക്കാൻ കഴിഞ്ഞ ഈ സമയം ഞങ്ങൾക്കെന്ന് മാത്രമല്ല ഈ മീഡിയയിലൂടെ കാണുന്ന എല്ലാവർക്കും വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പ്രിയപ്പെട്ടവരെല്ലാവരും സംസാരിച്ച ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ബ്രദറൻ സമൂഹം മുന്നോട്ട് വെക്കുന്ന ആശയം, അതിൽ അപജയങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ തുറന്ന് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ആ വലിയ സന്തോഷത്തിൻ്റെ പങ്കുകാരായി തീരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. മാനുഷികമായ ഭരണഘടന കൊണ്ടും നേതൃത്വം കൊണ്ടുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞിരുന്ന ആളുകൾ, അവരൊക്കെ ഒട്ടനവധി നേട്ടങ്ങൾ മാനുഷികമായ നിലയിൽ നേടിക്കഴിഞ്ഞു എന്നുള്ളതും ശരിയാണ്. എങ്കിലും
തികച്ചും അപ്പോസ്തോലിക ഉപദേശത്തെ മാത്രം പിന്തുടർന്ന് പോന്നിരുന്ന ഈ വലിയ സമൂഹത്തിന് ഇന്നുവരെയും ദൈവം തൻ്റെ അത്ഭുതമായ അളവറ്റ കൃപയാൽ നിലനിർത്തി എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് കുറവുകൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും ആ സമൂഹത്തെ വച്ച് നോക്കുമ്പോൾ മാണിസാർ പറഞ്ഞതുപോലെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന സമൂഹമായി മാറിയപ്പോൾ ദൈവം അത്ഭുതമായി ഈ ചെറിയ ന്യൂനപക്ഷത്തെ ദൈവം അത്ഭുതമായ കരങ്ങളിൽ വഹിച്ചു എന്നുള്ളത് ദൈവത്തിന് നന്ദി പറയാതിരിക്കാനായിട്ട് ഈ സമയം കഴിയുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ കുറവശങ്ങളെ തുറന്നു കാണുകയും വരുന്ന നാളുകളിൽ ഈ ആധുനിക ലോകത്തിൻ്റെ അല്ലെ പുതിയ തലമുറയുടെ വക്താവ് എന്ന നിലയ്ക്കൂടെ അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞതുപോലെ നമ്മൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം നമ്മുടെ കേരളക്കര എന്ന് പറയുന്നത് 100-200 വർഷമായി സുവിശേഷ വിഹിതമായിട്ടുള്ള സന്ദേശങ്ങളും സുവിശേഷ വിഹിത സഭകളെയും പരിചിതമുള്ളൊരു സഭയാണ്. അപ്പോൾ അങ്ങനെയുള്ള സഭകൾക്ക് പോലും അപജയങ്ങൾ സംഭവിച്ചുകൊണ്ട് മറ്റൊരു സുവിശേഷത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ബ്രദറൻ ഉപദേശം എന്ന് പറയുന്നത് അതിനുവേണ്ടി നിലകൊള്ളുകയും അത് പ്രചരിപ്പിക്കപ്പെടുകയും ജനങ്ങളത് അറിയുകയും അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ബാധ്യത കൂടെ നമുക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. അതിനായിട്ട് വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനെ ഒരു സജഷനോടെ മുന്നോട്ട് വെക്കാൻ പ്രിയ ദൈവദാസനിലൂടെ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. താങ്ക് യു മിസ്റ്റർ ജോൺ പോൾ. സമഗ്രവും ഉത്തേജകമായ വാക്കുകളാണല്ലോ മൊഴിഞ്ഞത്. ആൻഡ് ദെൻ ഐ എം ഡയറക്റ്റിംഗ് ദി മൈക്രോഫോൺ ടുവേർഡ്സ് അനിൽകുമാർ. ഈ മീറ്റിംഗ് സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ്. ആ സാഹിത്യത്തിലൂടെയുള്ള പങ്കാളിത്തം ഇവിടെ വിവരിക്കുകയുണ്ടായി. നമ്മുടെ സഭകൾക്ക് എന്തുമാത്രം നേട്ടമുണ്ടായി എന്നുള്ളത്. പ്രിയ ദേവസാറ് എൻ്റെ ആത്മീയ ഗുരുവാണ്. ദേവസാറ് സാഹിത്യകാരനായിരിക്കും. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. യേശു മിഥ്യാവാദം ഇടമുറിയിന് മറുപടി എന്ന പുസ്തകം ഒരു അപ്പോൾ ഞാൻ ഒരു നിരീശ്വരവാദം എനിക്ക് ഇഷ്ടപ്പെടുകയും അതിൽ കുറച്ച് മുന്നോട്ട് വന്നിരുന്ന കാലഘട്ടത്തിലാണ് സാറിൻ്റെ ആ പുസ്തകം ആദ്യമായി ഞാൻ കാണുന്നത്. പിന്നീട് സാറിൻ്റെ പ്രസംഗം അതെന്നെ വളരെ സ്വാധീനിച്ചു. പുലിക്കുന്നിൽ കവലയിലുള്ള ഒരു കവലപ്രസംഗം, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം എന്നുള്ള പ്രസംഗം, അതാണ് എന്നെ രക്ഷയിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം. പിന്നീട് ഒരു മതത്തിലും വിശ്വസിക്കാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന ഞാൻ, ഓരോ പള്ളിയിലോ അമ്പലത്തിലോ പോകാതിരുന്ന ഞാൻ ഒരു ബദറുകാരനായത് സാറിൻ്റെ ആ സാഹോദര്യം കൊണ്ടാണ്. എന്നോട് അദ്ദേഹം കാണിച്ച ആ സ്നേഹം കണ്ടുകൊണ്ടാണ്. ഇന്ന് ഞാൻ നിലനിൽക്കുന്ന പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും മധ്യയിലും ഞാൻ ഇന്ന് സുവിശേഷനായി നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാരുടെ ആ സാഹിത്യം എഴുത്തിലൂടെ മാത്രമല്ല, പ്രസംഗത്തിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിവിധ നിലകളിൽ ഭദ്രസഭകൾക്ക് സംഭാവന നൽകിയ ആളുകളാണ്. ഈ മീറ്റിംഗ് ഏറെക്കുറെ അവസാനിക്കാറായിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ സാഹിത്യ കൂട്ടായ്മ കൊണ്ട്, അല്ലെങ്കിൽ സാഹിത്യ രചനകൾ കൊണ്ട്, ആ കൂട്ടായ്മ കൊണ്ട് നമ്മുടെ സഭകൾക്ക് വളർച്ചയ്ക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി ചിന്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ജോൺ സാറും ബാബുച്ചായനും മിസ്റ്റർ സജു ജോൺ അവറുകളോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതിനുള്ള ഒരു ബ്രോഷർ തയ്യാറാക്കി. അതിൽ പ്രഖ്യാപിത സമയം 1.5 മണിക്കൂറായിരുന്നു. എന്നാൽ നാം ഒരു അരമണിക്കൂറൂടെ മുന്നോട്ട് പോയി. അത് അതീവ പ്രയോജനമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉന്നയിച്ച ഒരു ചിന്തയുടെ പറഞ്ഞ ശേഷം ജോൺ സാറും അതേ തുടർന്ന് ബാബുച്ചാൻ പ്രാർത്ഥിക്കുകയോ എന്തായിരുന്നാലും നാം ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. 1-2 വാക്കുകളിൽ മാത്രം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും സാറിൻ്റെ വാക്കുകൾക്ക് അനുപൂരകമായി പ്രിയ സാറിനും എന്തെങ്കിലും പറയാനുണ്ടാകും രാജൻ തോമസ് അവറുകൾക്ക്. ഞാൻ ഉന്നയിക്കുന്ന ഈ ഒരു ചർച്ചാ വിഷയം ബൃഹത്താണെന്നറിയാം, എങ്കിലും 1-2 പോയിന്റുകളിൽ ബ്രദറൻ സഭ ആനുപാതികമായി വളരുകയല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നാം വന്നിട്ടുണ്ട്.
സാറ് വേദനയോട് അതാണ് തുടക്കം കുറിച്ചതും. എന്നാൽ എന്താണ് ഈ കാര്യത്തിൽ മുമ്പേ 3 കാര്യങ്ങൾ ഇവരിരുവരും സുവിശേഷീകരണം, യൂത്ത് എംപവർമെൻറ്റ്, ഒന്നാമത് പറയണം ബേസിക് ഡോക്ട്രിനൽ ടീച്ചിങ്സ് ഇൻ ദി ലോക്കൽ അസംബ്ലി കോണ്ടെക്സ്റ്റ്. ഞാൻ അതിന് അടിവരയിടുന്നു. എന്ത് സജഷൻ 1-2 വാക്കിൽ പറയാനുണ്ടാവും. ദെൻ വി ഗോ ഫോർ ദ കൺക്ലൂഷൻ ആൻഡ് ഫൈനൽ പ്രയർ. ജോർജ് കുട്ടിച്ചായൻ പറഞ്ഞ പോലെ നമ്മളിന്ന് സംസാരിച്ചതായ ഓരോ വിഷയങ്ങളും ബൃഹത്തായ വിഷയങ്ങളാണ്. ഇപ്പം ഈ ഭാഷയുടെ കാര്യം പറയാനുണ്ടായി. അതിനെ ബാബുച്ചാനാണെങ്കിൽ സമൂഹത്തിൽ നമ്മളൊരു സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. ജോർജാൻ അറിയാം, ഞങ്ങളെല്ലാം ഒരേ തരത്തിലുള്ള കോഴ്സ് ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് ഭാഷയുടെ നിയമങ്ങളുണ്ട്. 7 നിയമങ്ങളുണ്ട്. 7 പില്ലേഴ്സ് ഓഫ് ലാംഗ്വേജ്. അതിനകത്ത് ഒരു ഭാഷ പറഞ്ഞിരിക്കുന്നത് ദ ടീച്ചർ മസ്റ്റ് ടീച്ച് നോട്ട് ഇൻ ദ ടീച്ചേഴ്സ് ലാംഗ്വേജ് ബട്ട് ഇൻ ദി സ്റ്റുഡൻസ് ലാംഗ്വേജ്. ഞാൻ ഈ പരസ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ എനിക്ക് പരസ്യവും ചെറുപ്പത്തിലേ എനിക്ക് ഭയങ്കര പാഷൻ. അവറാജ് മുനീഷ് എന്നെ കൊണ്ട് പരിശീലിപ്പിച്ചതാണ്. ഞാൻ അവിടോട്ട് നിന്നിട്ടാണെങ്കിൽ സർവേശ്വരനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഉപദേശമാരൊക്കെ നോക്കുക. അതെന്ത് സഭയ്ക്കകത്ത് കേൾക്കുന്ന ഭാഷയല്ലല്ലോ എന്നത്. അങ്ങനെയുള്ള ചില ഭാഷാപ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കോലോത്തെ ഉപ്പ് ഭക്ഷിക്കുന്നതാണെന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പിള്ളേർക്ക് എത്ര മനസ്സിലാവും? അടുത്ത സമയത്ത് KJV-ന്ന് ഒക്കെ മാറി ഡാർബി മാറ്റി ഇപ്പോൾ നല്ലൊരു ബൈബിളുണ്ട്, നെറ്റ് ബൈബിൾ, ന്യൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇത് ഗ്രീക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്, കണ്ടംപററി ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ തന്നെ ജോഷിയും അതുപോലെ തന്നെ മാത്യു വർഗീസും കൂടെ അത് ഈ അടുത്ത സമയത്ത് ഞാനത് സഭയിൽ വായിച്ചപ്പോൾ പലർക്കും ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, അത് പോട്ടെ, എനിക്കത് വളരെ മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഭാഷയെ കുറെ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ പല കാര്യങ്ങൾ ഞാൻ ഗ്രീക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റാണ്. അത് കഴിഞ്ഞ ശേഷം ആ വിഷയം നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു, ഈ ഭാഷയുടെ മാറ്റം. ബാബുച്ചാൻ പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ മറ്റേതിലേക്ക് കടന്നു വരികയാണ്. രണ്ട് വാക്കുകൊണ്ട് നിർത്തിക്കോളാം, വാട്ട് ഇസ് എ സൊല്യൂഷൻ എന്നുള്ളത്. ബാബുച്ചാൻ പറഞ്ഞത് സമൂഹത്തിൽ ഒരു സ്വാധീനത. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നേരിട്ട് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ടോ കോട്ടയം മീറ്റിംഗ് നടത്താനോട്ടോ കഴിയത്തില്ല. ഞങ്ങൾക്ക് പച്ചയായിട്ട് പറയും, ഞങ്ങൾ പോയി കണ്ടത് ഗുർഗാവിൽ അനീഷ് പപ്പുവും തൻ്റെ ഭാര്യ ഷാമിയും കൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഷാമിക്ക് ഓരോ നോർത്ത് ഇന്ത്യൻ ഭവനങ്ങളിലും മലയാളികളല്ല അവരുടെ സഭാ മെമ്പേഴ്സ്, അവിടെ എല്ലാം ആ സമൂഹത്തിൽ കയറി ചെല്ലുവാനുള്ള അനുവാദമുണ്ട്. പ്രഷർ എടുക്കാനായിട്ടും ഷോർ നോക്കാനായിട്ടൊക്കെ അവിടെ നിന്ന് സുവിശേഷം പറഞ്ഞ് സഭയോട് അവർ സുവിശേഷം പറയണം. ഭർത്താവും കൂടെ പോയി സുവിശേഷം പറയും. അപ്പോൾ ഒരു 70 പേർക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അനീഷ്. നോക്കണം സഭ വളരുന്നത്. അതിനൊരു ഉദാഹരണമാണ് പ്രിയ ബാബുച്ചാനായിട്ട് പറഞ്ഞത്. ചങ്ങമ്പുഴ സാറാണെന്നൊന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ ബിഷപ്പ് കാണാൻ വയ്യാത്ത ഈശ്വരനല്ല. ശരിയല്ലേ? അത് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഈ താത്വികമായിട്ട് അങ്ങ് പ്രസംഗിച്ച് പറയുന്നില്ല. നമ്മൾ ഇവരുടെ ഈ ഗലാത്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ വിശ്വാസികൾക്ക് സഹായം ചെയ്യണം, അതുപോലെ തന്നെ അവിശ്വാസികൾക്കും. അപ്പം അത് പറഞ്ഞുകൊണ്ട് ആ ഭാവം നിർത്തുന്നു. നമ്മുടെ പ്രധാന പ്രമേയം ഇവിടെ വരുന്നത്, ഞാൻ പണ്ട് കുമനാട് ഒരു എനിക്കൊന്ന് ബാബുച്ചാനൊക്കെ എത്തുകൊണ്ടാണെന്നോ, ഞാൻ വിദേശത്തിരുന്നുകൊണ്ടെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. പ്രധാനക്കാർക്ക് ഭാവിയുണ്ടോ? അടുത്ത സമയത്ത് ഞാൻ അവിടെ ഒരു ഫാമിലി കോൺഫറൻസിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയെ കർത്താവിന് വേണ്ടി ഞങ്ങൾ വളർത്തിയെടുക്കണമെന്നുള്ള വിഷയം വരുന്നു. അന്നിട്ട് അവിടെ തന്നെ ജോൺ ഗ്രീൻ സാർ വേറൊരു സബ്ജക്റ്റും പ്രസംഗിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ഇളം തലമുറ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നവരെ അവരെ നമ്മൾ ഉപദേശം പഠിപ്പിക്കണം. ഇന്ന് ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും പരസ്യവും മാത്രമാണ് സുവിശേഷ പ്രവർത്തനം ഉള്ളതുകൊണ്ട് നമ്മുടെ സുവിശേഷന്മാർ ഞാൻ ഉൾപ്പെടെ തൃപ്തിപ്പെടുന്ന സമയമാണ്. അന്തിമ കൽപ്പന മാർച്ച് ചാപ്റ്റർ 16 28 അവസാനം കൂടെ ചേർത്ത് ജിക്സോ പസിൽ പോലെ പഠിച്ചു കഴിഞ്ഞാൽ 4 കൂട്ടം കാര്യങ്ങളാണ് സുവിശേഷത്തെ കുറിച്ചോട് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിനകത്ത് പോയിട്ട് നിങ്ങൾ പ്രസംഗിക്കണം, പ്രോക്സോ എന്നുള്ള ഗ്രീക്ക് വാക്ക, വിളംബരം ചെയ്യണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. 3ാമത്തെ കാര്യം, അവരെ എന്തെന്നറിയാമോ, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത് അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കണം. പൗലോസ്
എഫെസോസിലും അതുപോലെ കുരിന്തിലും ചെയ്ത പോലെ രാവും പകലും കണ്ണുനീരോടുകൂടി ഞാൻ നിങ്ങൾക്ക് ഒരു വെളിപ്പാടും മറച്ചു വെക്കാതെ പ്രസംഗിക്കുക. അവരെ പഠിപ്പിക്കണം. 4-ാമത്തെ കാര്യം, ശിഷ്യന്മാരെ ആക്കിക്കൊള്ളു ഞാൻ സഭകൾ സ്ഥാപിക്കണം. എന്നാലേ സുവിശേഷീകരണത്തിൻ്റെ പൂർത്തീകരണം വരത്തുള്ളൂ. ഇനി അത് പോട്ടെ. ഇന്ന് ബാബുച്ചാൻ പറഞ്ഞതുമായിട്ടൊരു ചെറിയൊരു ഇതുണ്ട്. ഞാൻ ഐ ഓൾവേസ് എഗ്രി വിത്ത് ടു ഡിസഗ്രി വിത്ത് ഇൻ സെവറൽ തിങ്സ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നൊരു തോന്നലുണ്ട് നമ്മുടെ മധ്യത്തിൽ. ഞാൻ ശക്തമായിട്ട് അടുത്ത് പ്രസംഗിക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ എടുക്കുമ്പോൾ. സുവിശേഷ എന്ന് പറഞ്ഞാൽ സുവിശേഷകന്റെ മാത്രം ജോലിയാണ്. അത്യാവശ്യം കൂട്ടായ്മ കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങളൊന്ന് സുവിശേഷീകരണത്തിൽ ഇടപെടുത്തുക അങ്ങനല്ല. ഞങ്ങളെ അവറാച്ചു ദൂഷി അങ്ങനൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ അറിയാമല്ലോ, അച്ഛൻ ഭാജപാലോട്ട് പ്രസംഗിക്കുന്ന കാലത്താണ് ഞങ്ങളുടെയൊക്കെ കൗമാരപ്രായം. ഞങ്ങളെ എല്ലാം കൊണ്ടുനിന്നിട്ടാണെങ്കിൽ പരസ്യോത്തിൽ സാക്ഷി പറയാനായിട്ടും പ്രസംഗിക്കാനായിട്ട് ഞങ്ങൾ അഭ്യസിപ്പി. അതുകൊണ്ട് ലോകത്ത് നാനാകത്ത് പോയപ്പോൾ ഞങ്ങൾ സുവിശേഷത്തിൽ ഇടപെട്ടത്. മനസ്സിലായില്ലേ? എല്ലാവരുടെയും ദൗത്യമാണ്, സൗര്യമാരുടെയും ദൗത്യമാണ്. ഞാൻ സൗര്യമാരുടെ ശുശ്രൂഷ പഠിപ്പിക്കുമ്പം അത് പറയാറുണ്ട്. സുവിശേഷീകരണം എല്ലാവരുടെയും ദൗത്യമാണ്, മൂപ്പന്മാരുടെയും ദൗത്യമാണ്. അതുകൊണ്ട് മൂപ്പനായിരുന്നതായ തിമോത്തിയോസിനോട് പറഞ്ഞത്, ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ്. നീ മൂപ്പനാ, നീ ഉപദേഷ്ടാവാ, പക്ഷെ നീ എന്ത് ചെയ്യണമെന്ന് അറിയാം, സുവിശേഷീകരണം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒഴികൂടാൻ അത് പൊതുപ്രവർത്തനമാണ്. അതുകൊണ്ട് ഓരോ സഭയും എല്ലാവരും കൂടെ ചേർന്ന്, ഇന്ന് പല സഭകളും ചെയ്യുന്നുണ്ട്, സൗരന്മാരും കൂടെ പോയിട്ട് പരസ്യോധം നിൽക്കുന്നു. സൗരന്മാരുടെ പ്രത്യേകമായിട്ട് അവർ വീടുകൾ വിസിറ്റ് ചെയ്ത്, എന്നാലേ സഭ വളരത്തുള്ളൂ ജോർജ് കുട്ടിച്ച, അല്ലെങ്കിൽ സഭ വളരത്തില്ല കേട്ടോ. ചാവാറ ശേഷിപ്പായിട്ട് തുടരും. 2-ാമത്തെ കാര്യം, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തി 2:42 വായിക്കുന്ന സമയത്ത് അവർ ആരാണ്? മാനസാന്തരപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ. അവരെന്ത് ചെയ്തു? കൂട്ടായ്മ സൗരാദ്യം അല്ലല്ല ഇടത്തിയാടില്ല, ഞാൻ പറയാം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും പിന്നെന്താണ്, അപ്പം നുറുക്കിയും പിന്നെ പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട യോഗം ഏതാ? അപ്പം നുറുക്കുക. അപ്പം അല്ല, അപ്പം നുറുക്കുക. പക്ഷെ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, അവിടുത്തെ അവിടെ പറഞ്ഞു 242 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം ഏതാ? അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഇത് പലർക്കും ചോദിക്കുമ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നത് ഈ ഞായറാഴ്ച വന്നിട്ട് തിന്നിട്ട് പോവാന്നുള്ളതാണ്. അല്ല. അപ്പോൾ അതെന്താണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം ആദ്യം പറഞ്ഞിരിക്കുന്നത്? ഞാനിങ്ങനെ പറയാം, നമ്മുടെ കൂട്ടായ്മയും നമ്മൾ അപ്പം നുറുക്കുന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമ്മുടെ പ്രാർത്ഥന എല്ലാം അപ്പോസ്തലന്മാർ ഉപദേശത്തിലേക്ക് ആയിരിക്കണം. അതുകൊണ്ടാണ് ബാക്ക് ടു ദ ഡോക്ട്രിൻ പ്രധാന പ്രസ്ഥാനത്തിന്റെ ആദ്യകാലങ്ങളിൽ നിന്നതായ പിന്നെ തനിമയും സ്ഥിരതയും നിലനിർത്തണമെങ്കിൽ ആ ഒറിജിനൽ ഉപദേശത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അതാണ് അച്ഛൻ ഇവിടെ പറയുണ്ടായി. ആ ഡിഡാക്കെ എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാര് അവര് ബൈ റെവലേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വാട്ട് എവർ ദേ ഹാവ് റിട്ടൺ ഡൗൺ, പെൻ ഡൗൺ, ദാറ്റ് വി ഹാവ് ഗിവൺ ആസ് ദ കംപ്ലീറ്റഡ് കാനോൺ, കംപ്ലീറ്റഡ് വേർഡ് ഓഫ് ഗോഡ്. അതിൽ നിന്ന് തിമോത്തിയോസിനെ പോലുള്ളതായ ഉപദേഷ്ടാക്കന്മാരോട് പറയുകയാണ്, നീ ഇത് പ്രസംഗിക്കുക, നീ ഇത് പഠിപ്പിക്കുക, നീ ഇത് പ്രബോധിപ്പിക്കുക. ഈ 2 മേഖലയിലാണ് നമുക്ക് പറ്റിരിക്കുന്ന പരാജയം. യുവാക്കന്മാരെ ഒന്നും പരസ്യത്തിൽ കിട്ടാറില്ല, സഹോദരന്മാരെ കിട്ടാറില്ല. ഞാൻ മൂപ്പന്മാരെ കുറ്റം പറയുന്നില്ല. അവരുടെ വിചാരം ഈ സഭാപരിപാലനമാണ് ഇതെന്നുള്ളത്. സുവിശേഷത്തിൽ ഇടപെടണം, പുതിയ ആത്മാക്കൾ വരണം, അവരെ നമ്മളിലേക്ക് പൗലോസ് ചെയ്തതുപോലെ അവരോട് താതാമ്യം പ്രാപിച്ച് ബർബറിനെ നേരിടുന്ന ബർബറിനെ പോലെ, സ്കിത്തിനെ നേരിടുന്ന സ്കിത്തിനെ പോലെ, ദാസനെ നേരിടുന്ന ദാസനെ പോലെ മനോഭാവം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ പുതിയ ആൾക്കാർ വരുമ്പോഴാണ് ഇവൻ പാരമ്പര്യ വേർപാടുകാരനല്ല എന്ന് ഉള്ള മനോഭാവത്തിൽ ഇരിക്കരുത്. മാത്രമല്ല ഉപദേശ സത്യങ്ങൾ അച്ചട്ടായിട്ട്, സൺഡേ സ്കൂളിലാണെങ്കിലും ബൈബിൾ ക്ലാസ്സിലാണെങ്കിലും ഈ യോഗങ്ങൾക്ക് എല്ലാവരും ഈ പറഞ്ഞ 4 യോഗങ്ങൾക്ക് കുഞ്ഞുകുട്ടി ആബാല പുറത്ത് അപ്പോസ്തല കാലത്ത് സഭയിൽ വന്ന് പങ്കുചേർന്നു. ഇന്നാരാ? എല്ലാവരും വരുന്നുണ്ടോ? ഇല്ല. ഇതിലേക്ക് വരികയാണെങ്കിൽ യുരുടിച്ച പ്രധാന പ്രസ്ഥാനത്തിന് നമുക്ക് എന്തുണ്ട്? ഭാവിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് പറയട്ടെ. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് ഒരു വാക്ക് ഉണ്ട് ഗ്രീക്കിൽ, ഹാഗിയോസ് എന്നാണ് ആ വാക്ക്. അത് മലയാളത്തിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. അതിന്റെ അർത്ഥം എന്ന് പറയാമോ? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യത്യസ്തരാകുവിൻ എന്നാണ്. വ്യത്യസ്തരാകുവിൻ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വെളിപ്പെടണം.
ആ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സാക്ഷ്യ പ്രാഗൽഭ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തെ കീഴ്മേൽ മറിക്കാനായിട്ട് സാധിക്കും. ഇന്ന് അതില്ല. വളരെ അർത്ഥവത്തായ, ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ആർജവത്വം തുളുമ്പി നിൽക്കുന്ന ആശയങ്ങളും വാമൊഴിയുമാണ് ഇതുവരെ ഇവിടെ ഉളവായത്, ഉരുവം കൊണ്ടത്. ഇതൊരു സാഹിത്യ സല്ലാപമാണല്ലോ. ഒരു പ്രസംഗകൻ്റെ ഉശിരും വീറും ഒരർത്ഥത്തിൽ വാശിയും എൻ്റെ പേര് വിളിച്ചത് കൊണ്ടല്ല, വിമർശനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ ഒരു സമ്മേളനം കൊണ്ട് നാം ആഗ്രഹിച്ചതൊരു സാഹിത്യ സല്ലാപം തന്നെയാണ്. അതൊരു ഫോക്കസിലാണ് ഇതുവരെ പോയത്. അത് ഒരാൾ നിയന്ത്രിച്ചത് കൊണ്ടുണ്ടായതല്ല, ദൈവാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി കരയറ്റുന്നു. ഒരു വാക്ക് പ്രിയ സാറ് അതിലൊട്ടും നീണ്ടു പോകാതെ, കാരണം അടുത്തൊരു സാഹിത്യ സല്ലാപവും സബരിയൊക്കെ നമുക്ക് വേണം. പോരാ, ഈ രീതിയിലൊരു ഒരു 1-2 ദിവസങ്ങൾ കഴിയേണ്ടതുപോലെ വരണം. ഇവരുടെയൊക്കെ ഈ ഫ്ലോ അത് ഭാഷയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ആശയത്തിന് കൈവരിക്കപ്പെടുന്ന ഒരു ഒഴുക്ക്, അതൊക്കെ സാറിനൊക്കെ സ്വന്തമായി ദൈവം തന്നതുകൊണ്ട് നാം അത് ഉപയോഗിക്കണം. ചൂഷണം ചെയ്തില്ല. അനിൽകുമാർ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ സ്വാധീനം ചെയ്തു. ഞാനും ആ കാര്യത്തിൽ കുറ്റക്കാരനാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് നാം ഉയരട്ടെ. ഒരു വാക്കിൽ കൺക്ലൂഡ് ചെയ്യുവാൻ ജോൺ സാറിനെ ക്ഷണിക്കുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ MV Babuchan will wind up this by a short word of prayer. പ്രിയപ്പെട്ട ദേവസാറിനെ വന്നു കണ്ട് അദ്ദേഹത്തിന് പ്രബോധനപരമായ അല്ലെങ്കിൽ ആശ്വാസവചനങ്ങൾ പറയുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംവിധാനം ക്രമീകരിച്ചത്. ഞാനും ബാബുസാറും കൂടിയാണ് അത് ആലോചിച്ചത്. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഊതിത്തിരിഞ്ഞു വന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് മാത്രം പ്രയോജനമില്ല, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല അനുഭവത്തെക്കൂടി പങ്കിടുന്ന നമുക്കെല്ലാവർക്കും സാഹിത്യ സംബന്ധമായ വിഷയം ചർച്ച ചെയ്യാനൊരു വേദിയും കൂടിയാക്കി തീർക്കുക. അങ്ങനെയാണ് 2 ദിവസത്തിനുള്ളിൽ ഈ പരിപാടി സംവിധാനം ചെയ്തത്. ഇത് പ്രയോജനകരമായി ആദ്യം സാഹിത്യ സല്ലാപത്തിനും ഉപദേശ സല്ലാപത്തിലേക്ക് പോയോ എന്ന് സംശയിക്കുന്നുണ്ട്. അതിനെ നമുക്ക് അടുത്ത പ്രാവശ്യം ഉപദേശ സല്ലാപത്തിലേക്ക് കടന്നു പോകാൻ കഴിയും എന്ന് കരുതുകയാണ്. അതിന് പിന്നെ അദ്ദേഹത്തിന് പ്രചോദനം ചെയ്തു, സഹായകമായി തീരുന്നു എന്ന് കരുതുകയാണ്. ആണല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള സല്ലാപങ്ങൾ, ചർച്ചകൾ തുടർന്നും ഈ നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയുടെ, സാഹിത്യ കൂട്ടായ്മയുടെ നാമധേയത്തിൽ ഉണ്ടാകും. അതിന് നിങ്ങളുടെ സഹകരണം വേണം. ഇതൊരു ആരംഭം മാത്രമാണ്. ഇതുപോലെയുള്ള ഒരു പ്രത്യേക വിഷയം തന്നെ എടുത്ത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അതിനുള്ള സമയങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് സഹകരിക്കണം. ഞങ്ങൾ ഒരു സാഹിത്യ സമിതി രൂപീകരിച്ചു, അതായത് ക്രൈസ്തവ സാഹിത്യ കൂട്ടായ്മ എന്ന പേരിൽ. അപ്പോൾ അതിന് കുറേ ഭാരവാഹികളുണ്ടായിരുന്നു, കുറേ കൂടെ ആളുകൾ സഹകരിച്ചു വരികയാണ്. ഇത് വിപുലമായ വേദിയായി പരിണമിച്ച് അതുവഴി നമുക്ക് കുറച്ച് കൂടുതൽ ഈ രംഗത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യണം. ബ്രദർ സഭയുടെ ഉന്നമനത്തിന് ഈ കൂട്ടായ്മ സഹായകരമായി തീരണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇനി ആവശ്യമാണ്. ഈ ഒരു സല്ലാപം പോലെയുള്ള സല്ലാപങ്ങൾ ഉണ്ടാകേണ്ടതിന് വേണ്ടി നിങ്ങളുടെ വിലവേറിയ നിർദ്ദേശങ്ങൾ, വേണ്ട സഹകരണങ്ങൾ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഉപസംഹരിക്കുവാൻ മൈക്ക് ബാബുസാറിനെ ഏൽപ്പിക്കുക. പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ദാസൻ പാർക്കുന്ന ഈ ഭവനത്തിൽ വന്ന് കർത്താവെ അദ്ദേഹത്തെ കാണുവാൻ, ചില നാളുകൾക്ക് ശേഷം കണ്ട് ആശയ സംവേദനം ചെയ്യുവാൻ, പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ, ഈ മാധ്യമത്തിലൂടെ ഇത് ശ്രവിക്കുന്ന കാണുന്ന അനേകർക്ക്
പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെയുള്ള ഹൃദയ ശുദ്ധിയോടുകൂടി ലാളിത്യത്തോടുകൂടി ആശയസംവേദനം നടത്തുവാനുള്ള വേദികൾ ഇനിയും ഞങ്ങൾക്കായി ഒരുക്കണം. ഒന്നിച്ചിരുന്ന് ദൈവമക്കള് ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ അനുഭവം, സന്തോഷത്തിൻ്റെ അനുഭവം, ചർച്ചയുടെ അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് തന്നെ വ്യത്യസ്തതയുണ്ടാകുവാൻ, രൂപാന്തരമുണ്ടാകുവാൻ ഇടയാക്കണം. ശ്രോതാക്കൾക്കും അതേപോലെ ഒരു വലിയ താല്പര്യവും സന്തോഷവും കൂട്ടായ്മയും ഇത് മുഖാന്തരം ഉണ്ടാകുവാൻ ഇടയാക്കണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച OJ ജോൺ സാർ, PM ജോർജ് കുട്ടി അവർകൾ, രാജൻ തോമസ്, പ്രത്യേകിച്ചും ദേവച്ചാനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺ ബി പോളും ശ്രീ പണിക്കർ സഹോദരനും അനിൽകുമാർ, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ഉപസംഹരിക്കട്ടെ. തിരുകൃപയിൽ ഇനിയും കാണും വരെ ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചും ഉപദേശിച്ചും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കാവലും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.